ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, ദെൻ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതില് മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. മുൻപ് ക്വസ്റ്റ്യനില് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടെ നമ്മുടെ എന്തായിരുന്നു ആൻസറിന്റെ പാർട്ടായിരുന്നു. അതിന് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ട് ഇതില് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യാനുള്ളതാണ്. ഇതൊന്നും വലിയൊരു വ്യത്യസ്ത മെത്തേഡ് ഒന്നുമില്ല, ഡിഫറെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മൾ എന്തായാലും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ കാണാം, അതിൽ കൂടുതൽ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാം. Okay, following are the opening balance sheet and receipt and payment account of Mangalore Club Mangalore. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്, ക്യാഷ് ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് എമൗണ്ട് ആയിരിക്കും നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ബാലൻസ് ഫോർ ഓർഡർ, അതൊക്കെ നമ്മുടെ കണക്ഷനിൽ വേണം. ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ബിഗിനിങ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് സ്പോർട്സ് മെറ്റീരിയലിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക്. ഫർണിച്ചർ ഉണ്ട്, അതുപോലെ തന്നെ 8,800. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് 1,800, ക്യാപിറ്റൽ ഫണ്ട് 61,350. സ്പോർട്സ് മെറ്റീരിയല് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മെറ്റീരിയലിന് ഇവിടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഡിപ്രീസിയേഷൻ പറയുമ്പോൾ അത് ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത് കേട്ടോ. അത് എന്തുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ല എന്ന് പറയാൻ കാരണം ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്, അത് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ഓക്കെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ബാങ്ക് ബാലൻസ് കണ്ടോ, രണ്ടും ഒരേപോലെ ആദ്യത്തെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലോസിംഗിലുള്ള ഈ രണ്ട് ബാലൻസ് ഉണ്ടല്ലോ, ഇത് നമ്മളെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകും. എവിടൊക്കെയാണ് എങ്ങോട്ടാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കണക്ഷൻസ് എന്നുള്ളത് ഓർത്താൽ മതി, എന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അഡ്മിഷൻ ഫീ ഉണ്ട്, ഡൊണേഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, സ്പോർട്സ് ഫീ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ റെസിപ്റ്റ്സ്. പിന്നെ പേയ്മെന്റ്സ് കാണുന്നുണ്ട്, സാലറി, ലീഗൽ എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്, സ്പോർട്സ് മെറ്റീരിയലിന് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തതാണ്. സ്പോർട്സ് മെറ്റീരിയൽ ഫിക്സഡ് അസറ്റ് ആണ്, അത് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ്, ബിഗിനിങ്ങിലുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻഡ് 1,800 ഉണ്ട്, റെന്റ് ഡ്യൂ 900, ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ഓൺ ഫർണിച്ചർ 600, അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയലിന്റെ മേലിൽ 4,000. ഡൊണേഷൻ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യാനാ പറഞ്ഞത്. അതായത് ഈ ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ ഡൊണേഷൻ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പൊ നമുക്ക് ഇനി നോക്കാം. സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടതാണ്. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇൻകത്തിലെ ഫസ്റ്റ് ആയിട്ട് എന്താ, അതായത് റെസിപ്റ്റിലെ ഫസ്റ്റ് ഐറ്റം, ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലേക്കാണ്, ഓപ്പണിംഗിലേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഐറ്റം നമുക്ക് എന്തുണ്ട്, അഡ്മിഷൻ ഫീ ഉണ്ട്, ഡൊണേഷൻ, ഇങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് അഡ്മിഷൻ ഫീ എടുക്കാം. അഡ്മിഷൻ ഫീ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നെ, 5,450 ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ഇടാം. പിന്നെ ഡൊണേഷൻ ആണ്, ഡൊണേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ഇത് ഇവിടെ എടുക്കാൻ പാടില്ല, ബാലൻസ് ഷീറ്റിൽ പോകണം. പിന്നെ ദെൻ സബ്സ്ക്രിപ്ഷൻ ആണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എത്ര സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 23,000 ആണ്, അപ്പൊ നമ്മൾ അത് എടുത്തു. ഇനി സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് 1,800 രൂപ ആഡ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ അറ്റ് ബിഗിനിങ് ഇത് എവിടെ നിന്ന് കിട്ടും, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ലെസ് ഔട്ട്സ്റ്റാൻഡിംഗ്, എന്നിട്ട് നമ്മുടെ ഫിഗർ എന്ത് ചെയ്തു, വന്നു 24,000 വന്നു. ദെൻ നെക്സ്റ്റ് ആയിട്ട് എന്താണ്, ഇൻട്രസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അപ്പൊ ഡയറക്റ്റ് ഫുൾ എടുക്കുക. സ്പോർട്സ് ഫീ ഉണ്ട്, സ്പോർട്സ് ഫീ 1,200 ആണ്, 1,200 വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡെബിറ്റ് സൈഡിലേക്ക് പോകാം. അവിടെ റെന്റ് ആൻഡ് ടാക്സസ്, സാലറി ആണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാലറി എത്ര, സാലറി എമൗണ്ട് 10,500 ആണ്. ദെൻ റെന്റ് ആൻഡ് റേറ്റ്സ് ആണ്, റെന്റ് ആൻഡ് റേറ്റ്സ് എത്ര വരുന്നത്, 8,900 ആണ്. അതില് റെന്റ് ആൻഡ് റേറ്റ്സിന് എന്തുണ്ട്, 900 എന്താണ് ഡ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് എൻഡ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു.
പിന്നെ ശ്രദ്ധിക്കുക ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ഇത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം. ഇത് ഓൾറെഡി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നതുകൊണ്ട് അതിൽ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അത് കുറച്ചു. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം നോക്കുക. അടുത്തത് എന്താണ്, ലീഗൽ ചാർജസ് ആണ്. ലീഗൽ ചാർജസിന് ഒരു 150 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്തു. ജനറൽ എക്സ്പെൻസസ് ഉണ്ട്. ജനറൽ എക്സ്പെൻസ് എത്ര, 1750 ആണ്. ദെൻ ഓഫീസ് എക്സ്പെൻസ് 4300 ആണ്. ഡിപ്രീസിയേഷൻ ഓരോന്നിന്റെയും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഫർണിച്ചർ 600ഉം ദെൻ സ്പോർട്സ് മെറ്റീരിയൽ 4000 ആണ്. നമ്മൾ ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലുള്ളത്. ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെബിറ്റ് സൈഡിലും അതേ എമൗണ്ട് ഇടും. എന്നിട്ട് ഡിഫറൻസ് നോക്കുക, ഡിഫറൻസ് എന്ത് ചെയ്യുക, സർപ്ലസ് ആണ്. അപ്പൊ 1030 ആണ്. ഓക്കെ, 1030 നമുക്ക് എന്താണ്, സർപ്ലസ് ആണ്. ഇത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വരണം. ഓക്കെ, ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ട് ആ എമൗണ്ട്, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സർപ്ലസ് ആഡ് ബാക്ക് ചെയ്തു. ഡൊണേഷൻ ഉണ്ടായിരുന്നു, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ ആ ഡൊണേഷൻ ആഡ് ചെയ്തു. ടോട്ടൽ 75,880 ആണ്. ദെൻ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും, ഇത് രണ്ട് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടായിരുന്നു, അത് ലയബിലിറ്റി ആണ്, ചെയ്തു. സ്പോർട്സ് മെറ്റീരിയൽ നല്ലപോലെ നോക്കുക. സ്പോർട്സ് മെറ്റീരിയൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ 3500 ഉണ്ട്. പർച്ചേസ് ചെയ്തത് 6000 ആണ്. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് 4000 ആണ്. ലാസ്റ്റ് 37,000 നമ്മുടെ സ്പോർട്സ് മെറ്റീരിയലിന്റെ ബാലൻസ്. ഫർണിച്ചർ അതുപോലെ തന്നെ 8800 ആണ്. ദെൻ 600 ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ലാസ്റ്റ് നമുക്ക് വരുന്ന 8200 ആണ് നമുക്ക് എന്ത് വരുന്നത്, ക്ലോസിംഗിൽ വരുന്ന എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ദെൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, ഡയറക്റ്റ് അപ്പ് ചെയ്യാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റിലുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അടുത്ത എൻഡ് ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സൈഡിലുണ്ട്, ക്ലോസിംഗ് ഇതിലുണ്ട്, ആ ക്ലോസിംഗിൽ എടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ഏരിയയും നമുക്ക് എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കി. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായാൽ ഇതുപോലത്തെ വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് ഇതൊരു വേറൊരു മെത്തേഡോ മറ്റോ ആയിട്ടൊന്നും കാണേണ്ടതില്ല. ചെയ്ത ക്വസ്റ്റ്യൻസിൽ മറ്റു വ്യത്യസ്ത രീതിയായിരിക്കും. ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയി തരും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നില്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് വേണ്ട ഡാറ്റ എവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും ഓരോ രീതിയാണ്. എല്ലാത്തിനും കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ എന്തും നമുക്ക് ഏത് സമയത്തും എങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം.